ലൂക്കയുടെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ടൂർ പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നതല്ലേ സാറേ. റോഹനാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. പിന്നെ നിഹാരിയുടെ കാര്യം സാറ് പറയുമ്പോൾ നമ്മൾ അറിയുന്നു. ഈ റോഹൻ നിങ്ങളുടെ കീബോർഡിസ്റ്റ് അല്ലേ? അതെ സാർ. ആളില്ലായിരുന്നോ അപ്പോൾ നിങ്ങളുടെ കൂടെ ടൂറിന്? ഉണ്ടായിരുന്നു സാർ. പക്ഷേ ആള് ബാംഗ്ലൂർ ടൂർ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ പനിയൊക്കെ കൂടി സീരിയസ് ആയി നമ്മളാൾ നാട്ടിലോട്ട് വിട്ടു. അപ്പോൾ റോഹൻ ഈ ദിവസങ്ങളിൽ നാട്ടിലുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു സാർ. പക്ഷേ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ആളെ അത്ര സീരിയസ് ആയിട്ടാണ് നമ്മൾ നാട്ടിലോട്ട് വിട്ടത്. ലൂക്കേനെയും നിഹാരികേനെയും റോഹൻ കണ്ടതായിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു? ഇല്ല സാർ. നമ്മുടെയും ലൂക്കയുടെ ഒക്കെ ഫ്രണ്ട്സ് തന്നെയാണ് റോഹനെ ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ടിരുന്നത്. അവർ തന്നെയാണ് ബാൻഡിൻ്റെ ഫണ്ടിങ്ങും പരിപാടിയൊക്കെ. പിന്നെ ലൂക്ക് ഇങ്ങനത്തെ സീനിൽ വരില്ല സാറേ. അവന് ഹോസ്പിറ്റലിൽ സാധനമൊന്നും സെറ്റാവില്ല. പിന്നെ നിഹാരികയും റോഹനും അത്ര പരിചയമില്ല. അതുകൊണ്ട് അവർ കാണാൻ സാധ്യത കുറവാണ്. കണ്ടെങ്കിൽ പറഞ്ഞതിന് എന്നോട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ ലൂക്കയുടെ ബോഡി ഇതുവരെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് അലോഷ്യനെ വിളിച്ചാൽ മതി. ഓക്കെ സാർ. പിന്നെ സൂരജേ, ലൂക്കയുടെ വീടിൻ്റെ കീ നിങ്ങളുടെ കയ്യിലല്ലേ? അതൊന്ന് കാണണമല്ലോ. കീ സാർ, കീ ആക്ച്വലി റോഹൻ്റെ കയ്യിലാണ് ഉണ്ടാവാറ്. ആളുടെ ചെയിനിൽ ലോക്കറ്റായിട്ട് ഇട്ടിരിക്കുകയാക്കി. കേട്ടിടത്തോളം ആ താക്കോല് കയ്യിലുള്ള ആൾ കുറച്ച് പ്രശ്നമില്ലേ സാറേ? പ്രശ്നം ആക്കണമെങ്കിൽ ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ക്രൈം ചെയ്യാനുള്ള മോട്ടീവൊന്നും അവനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ നിഹാരികയുടേത് ആത്മഹത്യ തന്നെ ആണ് എന്നുള്ളൊരു അസംഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു സെയിം പോയിസണിൻ്റെ പ്രസൻസ് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് മരണങ്ങളും ഒരാൾ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തോന്നുന്നില്ല. രണ്ടിടത്തേക്കും എത്താൻ കഴിയുന്ന, രണ്ട് സ്ഥലത്തേക്കും ആക്സസ് ഉള്ള, രണ്ടുപേരെയും നന്നായിട്ട് അറിയാവുന്ന ആരോരാണ്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാവുന്നതാ. അതും ഞങ്ങളുടെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്ത സ്കൗണ്ടറിൻ്റെ കാര്യത്തിന്. അലോഷി, ഇനി മേലാൽ എൻ്റെ കുഞ്ഞ് എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ചാലുണ്ടല്ലോ, താനാ കൊച്ചിനോട് ചെറുപ്പത്തിൽ കാണിച്ചു കൂട്ടിയ വൃത്തിയോടൊക്കെ അവള് കൃത്യമായിട്ട് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് തന്നെയാണോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്? നാണുണ്ടോടോ തനിക്കൊക്കെ? അലോഷി മതി, മാറി. അപ്പം എങ്ങനെ ജെ പി, എല്ലാം പറയുമല്ലേ? അതോ ഞങ്ങൾ ഞങ്ങളുടെ രീതി പറയിക്കണം? എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്ത് ഞാൻ പറയാം. നിഹാരിയുടെ കാര്യത്തിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിന് ഞാൻ അവളുടെ കാല് പിടിച്ച് ക്ഷമയും ചോദിച്ചിട്ടുണ്ട്. അവളതൊരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും. ബട്ട് ഐ വാസ് എ ചേഞ്ച് മാൻ. ചേഞ്ച് വന്നുകൊണ്ടായിരിക്കും നീ അവരെ രണ്ടുപേരെ അങ്ങ് തീർത്തത് അല്ലടാ. എന്നെ വിശ്വസിക്കണം. നിഹമോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി അവൻ ചാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ആൻഡ് ഹൗ കുഡ് യു ഈവൻ ഇമാജിൻ ദാറ്റ് ഐ ഹാവ് ഡൺ ദിസ്? ഇയാൾ ശരിയാവില്ല. അലോഷി, നമുക്ക് പോവാം. ജെ പി, താൻ ഒന്നോർത്തോ, താൻ എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. തൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നും തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതിലതൊന്നും മതിയാവാതെ വരും. ബിലീവ് മീ, ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിസ്റ്റർ ജെ പി. യെസ്. തനിക്ക് ഇതിനും വേണേൽ കള്ളം തന്നെ പറയാം. നിഹാരിക മരിച്ചതിന് ശേഷം താൻ എപ്പോഴെങ്കിലും ലൂക്കയെ കണ്ടിരുന്നോ? ഒന്നുകൂടെ കൃത്യമായി ചോദിച്ചാൽ, ലൂക്ക മരിച്ച ദിവസം രാത്രി താൻ അയാളെ കണ്ടിരുന്നോ? ഇല്ല. ഞാൻ അവനെ അവസാനമായിട്ട് കാണുന്നത് അന്നത്തെ ആ റിസപ്ഷൻ്റെ അന്ന്. അവിടെ ഇവനെ പൊക്കിയല്ല സാറേ. അതിന് സമയമായിട്ടില്ല പറയാം. സാറിന് എന്നാ സാറേ തോന്നുന്നത്? ഇവൻ തന്നെ ആവില്ലേ? അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല കേട്ടോ. ഈ രണ്ട് മരണങ്ങളും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ആദ്യം സംശയിക്കേണ്ടത് ജെ പിയെ തന്നെയാണ്. കാരണം ഏറ്റവും മോട്ടീവുള്ള സസ്പെക്റ്റും ഇയാൾ തന്നെയാണ്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളുമായി ഇയാൾ നേരിട്ട് കണക്ട് ചെയ്യാനുള്ള യാതൊരു തെളിവും നമ്മുടെ കയ്യിലില്ല. അത് കിട്ടുന്നവരെ അയാൾ സേഫാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആ ശിവനെയും കോളനിയിലെ പിള്ളേരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. ശരിടാ. ഓക്കെ, ശരി കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ.
വേണ്ട, ഇരിക്കും. താഴെ ദിവസം മുഴുവനും അടച്ചിട്ടിരുന്നിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. അതാ കുറച്ചു നേരം ഇവിടെ വന്നിരിക്കാന്ന് ഓർത്ത്. ഞാൻ ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട, താനിരിക്കെ. എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കറിയില്ല അക്ബർ. എന്ത് പറ്റിയ ഒരു ടെൻഷൻ? ജയറാം സാർ ഇടയ്ക്ക് പറയാറുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണമെന്ന് നിർബന്ധം പിടിക്കരുതെന്ന്. ഒരു പോലീസുകാരനായിരുന്നുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്തൊരു കോൺട്രഡിക്ഷൻ ആണല്ലേ. ഒരു ഉത്തരത്തിൻ്റെ പറയുകയാണ് ഫാത്തിമ. നീ വായിച്ചു കാണും ആർട്ടിസ്റ്റ് ലൂക്ക എന്ന് പറഞ്ഞ ഒരാളുടെ മരണത്തെ പറ്റി. ഞാൻ കേട്ടിരുന്നു. കഴിഞ്ഞ 3 മാസമായി ലൂക്കയുടെ കൂടെ നിഹാരിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ആ കുട്ടി ബാംഗ്ലൂർ വെച്ച് ആത്മഹത്യ ചെയ്തു. ലൂക്കയുടെ ജീവിതത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ വന്നു പോയിട്ടുള്ളൂ. ഇതിൽ ആരെ ചേർത്ത് വേണമെങ്കിലും ഒരു കഥയുണ്ടാക്കാം. അതിന് തക്കതായ കാരണങ്ങളുമുണ്ട്. പക്ഷേ ഒന്നിനും സോളിഡായ തെളിവുകളില്ല. ഇനി ഇവരൊന്നും അല്ലാത്ത മറ്റാളുകളും ഉണ്ടാവാം. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു വിവരവുമില്ല. വേദനകളൊന്നുമില്ലാതെ ലൂക്ക മരിക്കണമെന്നുള്ളത് നിഹാരികയുടെ മാത്രം ആവശ്യമാണ്. അസുഖം കൊണ്ടോ അവനുണ്ടാകുന്ന ഈ ഫോബിയ ഉണ്ടോ ലൂക്ക ഒരിക്കൽ പോലും സഫർ ചെയ്തതെന്ന് ഏറ്റവും ആഗ്രഹിച്ചിട്ടുണ്ടാവുക അവൾ മാത്രമായിരിക്കില്ലേ? ഗ്രൗണ്ടിനടുത്തുള്ള മരത്തിൽ ഒരാള് തൂങ്ങി നിൽക്കാം. ആക്കൊക്കെ പുറത്തു ചുറ്റും പോലെ ആൾക്കാർ. അയാളിപ്പോൾ ആക്ച്വലി നെക്രോഫോബിക് മാത്രമല്ല, തനാറ്റോഫോബിയ എന്ന കണ്ടീഷൻ കൂടിയുണ്ട്. ഡെത്ത് ആങ്സൈറ്റി, മരണഭയം എന്നൊക്കെ പറയില്ലേ. വിഷമൊളിച്ചെന്നാണ് ആള് മരിച്ചിരിക്കുന്നത്. അത് വായിലൂടെ തന്നെ. ഈ പുസ്തകത്തിന്റെ എത്രാമത്തെ പേജിലാണ് ദൈവികത എന്ന് പറഞ്ഞത്? ഇതെന്തീ തുപ്പലൊക്കെ തേക്കണേ? തുപ്പലേജിലെ പുസ്തകത്തിന്റെ പേജ് ഉറക്കെ. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും. എന്നെ ഇത് എക്സ്റ്റെൻഡ് വരെ പോകും. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആയിരുന്നു അവളുടെ റിസർച്ച്. നമ്മുടെ കെമിസ്ട്രിയിൽ കിയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ടാൽ മുറി. എന്നെ ഹാപ്പി ആക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ലെറ്ററിന്റെ കൂടെ. പലതവണ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ വായിക്കാൻ നോക്കി എൻ്റെ ആ ഡയറി ഇല്ലേ, അതാണ് സംഭവം.